നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 9 പേരാണ് നോമിനേഷനിലുള്ളത്. ഇന്ന് ആരൊക്കെ പുറത്താകും? അൺഒഫീഷ്യൽ വോട്ടിൻ്റെ പുരോഗതി എങ്ങനെയാണ്? അൺഒഫീഷ്യൽ വോട്ടിൽ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു? ആരാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പുറത്താകാൻ വേണ്ടിയിട്ട്? ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇന്ന് ഏറ്റവും കുറഞ്ഞത് 2 പേര് പുറത്താകുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതിൽ ഏറ്റവും ചാൻസ് ആയിട്ട് കാണുന്നത് ശ്രീരേഖ, ജാൻമണി, ശരണ്യ. ഈ വരുന്ന 3 പേരിൽ 2 പേരായിരിക്കും ഏറ്റവും കൂടുതൽ പുറത്താകാനുള്ള ചാൻസ് കാണുന്നത്. ഇതിനകത്ത് നമ്മുടെ അൺഒഫീഷ്യൽ ആരൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്കാണ് ഇപ്പം അൺഒഫീഷ്യൽ പോളുകളിൽ 1ാം സ്ഥാനം നിൽക്കുന്ന ജിൻഡയാണ്. 2ാമത് അഭിഷേക് തൊട്ടടുത്തുണ്ട്. 3ാം സ്ഥാനം ഋഷിക്ക്. 4ാം സ്ഥാനം ഈ നമ്മുടെ തമിഴെത്തി ശ്രീധുവിനുണ്ട്. 5ാം സ്ഥാനം നോറ കൈയടക്കി വെച്ചിരിക്കുന്നു. 6ാം സ്ഥാനം അൻസിബയ്ക്കും. 7ാം സ്ഥാനം ശരണ്യയ്ക്കും. 8ാം സ്ഥാനം ശ്രീരേഖയ്ക്കും. 9ാം സ്ഥാനം ജാൻമണിക്കും. ഇങ്ങനെയാണ് നമ്മൾ അൺഒഫീഷ്യൽ വോട്ടുകളുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ ജാൻമണി ഏറ്റവും അവസാനം കിടക്കുന്നു എങ്കിലും അൺഒഫീഷ്യൽ വോട്ടുകളിൽ ഏറ്റവും അവസാനമാണെങ്കിലും ജാൻമണി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജാൻമണിക്ക് ബംഗാളികളുടെ വോട്ട് ഒരുപാടുണ്ട്. ഈ കേരളത്തിലുള്ളവരെ മാത്രമല്ല, അങ്ങ് ബംഗാളിയിലുണ്ട് ജാൻമണിയുടെ വോട്ടുകൾ. അതുമല്ല, ജാൻമണി അവിടെ കുറേ വൈരാഗ്യവും കുറേ ശാപവാക്കുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ. ഇപ്പം ബിഗ് ബോസ് നോക്കുമ്പോൾ അവിടെ കണ്ടന്റ് കൊണ്ട് നാളെ അടുത്ത ഒരാഴ്ചയും കൂടി നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ കുറേ കൂടി കണ്ടന്റ് ഉണ്ടാക്കും, കുറേ കൂടി അടി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജാൻമണി ചിലപ്പോൾ അവിടെ നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ജാൻമണിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിൽ ജാൻമണി ഉറപ്പായിട്ട് പോകും. ഇനി ഇൻ കേസ് ജാൻമണിക്ക് അതായത് ശ്രീരേഖയ്ക്കാണ് ഏറ്റവും കുറവ്, അതിന് തൊട്ട് ബാക്കിൽ ജാൻമണി ഉണ്ടെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ അവർ ശ്രീരേഖയെ മാത്രം പുറത്ത് വിട്ടുകൊണ്ട് ജാൻമണിയെ അവിടെ സേവ് ആക്കും. ഈ ജാൻമണിയേക്കാളും വോട്ട് കുറവാണ് ശരണ്യെങ്കിൽ ശരണ്യനെയും ശ്രീരേഖയും പുറത്ത് വിട്ടിട്ട് ജാൻമണി അവിടെ സേവ് ആക്കും. അപ്പോൾ അവരുടെ ഈ 3 പേരിൽ അവർക്ക് താല്പര്യം മിക്കവാറും ജാൻമണിയെ തന്നെയായിരിക്കും. കാരണം അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാളാണെങ്കിൽ അത് ശ്രീരേഖയോ ശരണ്യോ ആയിരിക്കും. അതല്ല 2 പേരാണെങ്കിൽ ഈ ശരണ്യ, ജാൻമണി, ശ്രീരേഖ, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ആരെങ്കിലും 2 പേരായിരിക്കും. ഇതാണ് അപ്ഡേറ്റ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.